വെൽക്കം ബാക്ക് ടു കിച്ചൺ ടൈൽസ്. ഹൈ എൻഡ് റെസ്റ്റോറൻറ്റ്സിലെ സ്പെഷ്യാലിറ്റിയാണ് സ്റ്റേക്ക്. ബട്ട് ഇപ്പോൾ ചെറിയ പിള്ളേർ വരെ സ്റ്റേക്ക് വീട്ടിൽ നന്നായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ സ്ക്രാച്ച് തൊട്ട് സ്റ്റേക്ക് ഉണ്ടാക്കാൻ പോവാണ്. ഞാനൊരു 1 kg ഉള്ള ടെൻഡർലോയിനാണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും 1 kg നിൽക്കുന്ന ടെൻഡർലോയിൻ ആയിരിക്കും കുക്ക് ചെയ്യാനായിട്ട് ഈസി. ഈ ടെൻഡർലോയിൻ്റെ ക്ലീനിങ് ഭയങ്കര ഈസിയാണ്. തിന്നായിട്ടുള്ള ഫാറ്റിൻ്റെ ലെയർ ഫുള്ള് നമ്മൾ റിമൂവ് ചെയ്യണം. സോ ഇതുപോലെ ഇങ്ങനെ എടുക്കാവുന്നേ ഉള്ളൂ. ഈ ടെൻഡർലോയിൻ്റെ ഇതിപ്പോൾ കൈവച്ച് കിട്ടിയില്ലെങ്കിൽ നൈഫ് വെച്ച് ഇങ്ങനെ റിമൂവ് ചെയ്യാം. ഇതുപോലെ ഇതിൻ്റെ എല്ലാ സൈഡിലുള്ള ഫാറ്റും റിമൂവ് ചെയ്ത് കളയണം. സോ ഇനി നന്നായിട്ട് ടെൻഡർലോയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് പാറ്റ് ഡ്രൈ ചെയ്യാം. പാറ്റ് ഡ്രൈയിങ് എപ്പോഴും മിസ് ചെയ്യാൻ പാടില്ല. നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണം മാരിനേഡ് അപ്ലൈ ചെയ്യാനായിട്ട്. സോ ഇനി ഒരു കറക്റ്റ് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു പോർഷൻ മാറ്റി വെക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേറെ ഏത് ഡിഷിനാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ബേക്കേഴ്സ് ട്വൈൻ കൊണ്ട് ഇതൊന്ന് ടൈ ചെയ്യാം. പ്രൊപ്പോർഷനായിട്ടുള്ളൊരു മീറ്റ് കിട്ടാനായിട്ട് തിന്നായിട്ടുള്ള ഭാഗം ഇതുപോലെ വെച്ചിട്ട് വേണം ടൈ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ എല്ലാ സൈഡും ഈവൻ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടൈ ചെയ്യാം. ഇങ്ങനെ നമ്മൾ ടൈ ചെയ്യുന്നത് ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും ആൻഡ് ഈവൻ ആയിട്ട് കുക്ക് ആവാനും കൂടിയാണ്. സോ ഇതുപോലെ ടൈ ചെയ്ത് കഴിയുമ്പോൾ മാരിനേറ്റ് ചെയ്യാം. 1 teaspoon ഗാർലിക് പൗഡർ, 3 teaspoon കുക്കിംഗ് ഒലിവ് ഓയിൽ ആൻഡ് സോൾട്ട് ആവശ്യത്തിന്. മാരിനേഡ് എപ്പോഴും സിമ്പിളായിട്ട് വെക്കണതാണ് ടെൻഡർലോയിൻ എപ്പോഴും നല്ലത്. ആൻഡ് അറ്റ്ലീസ്റ്റ് ഒരു 24 hours എങ്കിലും മാരിനേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റ് കിട്ടുന്നത്. സോ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു 24 hours റെഫ്രിജറേറ്റ് ചെയ്യാം. ആൻഡ് അത് കഴിഞ്ഞ് റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം ഗ്രില്ല് ചെയ്യാനായിട്ട്. ആൻഡ് ഇതുപോലെ ഒരു 24 hours മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഗ്രില്ല് ചെയ്യുമ്പോൾ നമുക്കൊരു കാരമലൈസ് ഒരു കളർ ഉള്ള ഒരു ഔട്ടർ കവറിങ് നമുക്ക് കിട്ടും. സ്റ്റേക്ക് മാരിനേറ്റ് ആകുമ്പോഴത്തേനും നമുക്കതിൻ്റെ കൂടെ സെർവ് ചെയ്യാനുള്ള ചിമിച്ചൂരി റെഡിയാക്കാം. സോ ഒരു 1 cup ഫൈൻലി ചോപ്ഡ് പാസ്ലി, ഒരു 4 tablespoon എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ, 2 tablespoon റെഡ് വൈൻ വിനീഗർ, 1/4 teaspoon പെപ്പർ, 1/4 teaspoon ഒറിഗാനോ, സോൾട്ട് ആവശ്യത്തിന്, ആൻഡ് ഫൈൻലി ചോപ്ഡ് ഗാർലിക് ഒരു 3 എണ്ണമൊക്കെ മതിയാവും, ആൻഡ് 2 റെഡ് ചില്ലീസ്. ഇത്രയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെപ്പോഴും ഒരു 5 hours ഒക്കെ നേരത്തെ ഉണ്ടാക്കി വെക്കണമായിരിക്കും എപ്പോഴും നല്ലത്. സോ ഒരു കാര്യം ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി. പാസ്ലി എപ്പോഴും നന്നായിട്ട് വാഷ് ചെയ്ത് സാലഡ് സ്പിന്നറിലിട്ട് ഡ്രൈ ചെയ്തിട്ട് വേണം ഇതുപോലെ മിക്സ് ചെയ്യാനായിട്ട്. ആൻഡ് ഒലിവ് ഓയിലിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ മിനിമം ക്വാണ്ടിറ്റിയാണ് 4 tablespoon എന്ന് പറഞ്ഞത്. ആക്ച്വലി അതിലും ഒരു 1/2 cup ഒലിവ് ഓയിലൊക്കെ ഉണ്ടെങ്കിലേ ഓയിൽ ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു ഫ്ലേവർ നമുക്ക് തോന്നുള്ളൂ. സോ ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത ടെൻഡർലോയിൻ ഒന്ന് ഗ്രില്ല് ചെയ്യാം. ഒരു കാസ്റ്റ് അയണിൻ്റെ പാൻ ചൂടാക്കി, പാൻ ശരിക്കും നല്ല ചൂടായിട്ട് വേണം മീറ്റ് ഇടാനായിട്ട്. നല്ല ചൂടായതിന് ശേഷം ഒരു 5 minutes ഒന്ന് വെയിറ്റ് ചെയ്ത് കുറച്ചുകൂടി നല്ല ചൂടായിട്ട് വേണം മീറ്റ് ആഡ് ചെയ്യാനായിട്ട്. ആൻഡ് പാനിലോട്ട് ആദ്യം തന്നെ ഒലിവ് ഓയിൽ ആഡ് ചെയ്യുക. ആൻഡ് ബട്ടർ ആദ്യം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബേൺഡായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒലിവ് ഓയിലായിട്ട് മിക്സ് ചെയ്ത് ചെയ്യുന്നത്. സോ ഇനി നമ്മുടെ മീറ്റ് ഇടാം. എക്സാക്ട്ലി ഈച്ച് സൈഡ് 2 minutes ഇത് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും ഒരു സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്ത് 2 minutes കംപ്ലീറ്റ് ആവുന്നവരെ ഒരു സൈഡ് കുക്ക് ചെയ്യാം. ആൻഡ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ 2 minutes ഇപ്പോൾ കുക്കായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സൈഡ് നമുക്ക് 2 minutes കുക്ക് ചെയ്യാം. എപ്പോഴും മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മീറ്റ് കുക്ക് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് 2 minutes കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ്സും കൂടി
2 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. ഇതെല്ലാം തന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ആൻഡ് കാസ്റ്റ് അയൺ തന്നെ എപ്പോഴും മീറ്റ് ഗ്രില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇതുപോലെ തന്നെ ഈ ഒരു സൈഡും 2 മിനിറ്റ്സ് ഗ്രില്ല് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ ബോട്ടം പാർട്ടും ഇതുപോലെ തന്നെ ഗ്രില്ല് ചെയ്യാം. എല്ലാ സൈഡ്സും 2 മിനിറ്റ്സ് കുക്ക് ചെയ്യുമ്പോഴാണ് നല്ലൊരു മീഡിയം ടു റെയർ ഒരു മീറ്റ് നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 12 മിനിറ്റ്സ് എല്ലാ സൈഡും കൂടി നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്തിട്ട് വേണം മീറ്റ് കട്ട് ചെയ്യാനായിട്ട്. മീറ്റ് റെസ്റ്റ് ചെയ്യുന്നതിനും നമുക്ക് സോട്ടേഡ് വെജീസ് ഉണ്ടാക്കാം. ഒരു 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ, 1 ടേബിൾ സ്പൂൺ ബട്ടർ, ഇത്രയും ആഡ് ചെയ്ത് നമ്മുടെ ഫേവറേറ്റ് വെജീസ് എല്ലാം ആഡ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബ്രോക്കലി, ക്യാരറ്റ് ആൻഡ് മഷ്റൂം. അതൊന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം സോട്ട് ചെയ്യാനായിട്ട്. ബ്രോക്കലി കുറച്ചുകൂടി കുക്കിംഗ് ടൈം ആവശ്യമുള്ള കാരണം ഞാൻ ആദ്യം ബ്രോക്കലിയാണ് ആഡ് ചെയ്തത്. അതൊന്ന് ഹാഫ് ഡൺ ആയി കഴിയുമ്പോൾ വേണം ക്യാരറ്റ് ആഡ് ചെയ്യാനായിട്ട്. കുറച്ചുകൂടി ബട്ടർ ആഡ് ചെയ്യാനാണ്. ആൻഡ് ഫൈനലി മഷ്റൂംസ് എപ്പോഴും ഇതുപോലെ ഹോളായിട്ട് ഇടുന്നതായിരിക്കും കാണാൻ കുറച്ചുകൂടി നല്ലത്. ആൻഡ് എപ്പോഴും നന്നായിട്ട് മഷ്റൂം വാഷ് ചെയ്ത് നന്നായിട്ട് തുടച്ചിട്ട് വേണം ബട്ടറിലോട്ട് ആഡ് ചെയ്യാനായിട്ട്. സോ ഇനി ബീഫ് ഒന്ന് പ്ലേറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ കെട്ടിയ ട്വൈൻ ഒന്ന് റിമൂവ് ചെയ്യാം. ഇനി സ്ലൈസ് ചെയ്യാം. ഒരു തിൻ മീഡിയം സൈസസ് ആയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി പ്ലേറ്റ് ചെയ്യാം. ശരിക്കും മീറ്റ് സോസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഫ്ലേവർ ഉണ്ടാവും. ബട്ട് ഇത് ശരിക്കും മീറ്റിൻ്റെ തന്നെ ഫ്ലേവറാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ആൻഡ് റെയർ ടു മീഡിയം ഇതിലാണ് ഞാൻ കുക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെജീസ് എടുത്ത് വെക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയ ചിമ്മിച്ചൂരി, ഇനി കുറച്ച് ഹെർബ് ബട്ടറായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ബട്ട് ഇപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ തന്നെ ബട്ടറിൽ കുറച്ച് മെൽറ്റഡ് ബട്ടറിൽ ഓറിഗാനോ കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. ആൻഡ് കുറച്ച് പെപ്പർ. നമ്മുടെ ടെൻഡർലോയിൻ സ്റ്റേക്ക് റെഡി ആയിട്ടുണ്ട്.